ഹലോ മക്കൾസ്, 5ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾക്ക് പ്രഡിക്ഷൻ വീഡിയോയുമാണ് വന്നത്. അതായത് എടാ, ഈ ചാപ്റ്ററിന് ഇന്ദ്രിയ ജാലങ്ങൾ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ നിങ്ങൾ എന്തായാലും പഠിച്ചു പോകേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ മുർഷിദ് സാർ പറയുന്നു ഈ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന്. ആ രീതിയിലുള്ള ഒരു 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ സാറോട് പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കണേ, കറക്റ്റ് കേൾക്കണേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നടന്ന ജസ്റ്റ് മുമ്പ് നടന്ന എക്സാം ഒക്കെ നോക്കി നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു അനാലിസിസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ എന്തായാലും മക്കളെ എക്സ്പെക്ട് ചെയ്തോളൂ, ഉറപ്പിച്ചോളൂ, എക്സാമിന് ഇത് വരിക തന്നെ ചെയ്യും, വരട്ടെ അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. സ്കിന്ന് നമുക്കറിയാം, സ്കിന്നുമായി ബന്ധപ്പെട്ട കാര്യമാണ് സാറ് പറയാൻ പോകുന്നത്. സ്കിന്ന് അല്ലെങ്കിൽ ത്വക്ക് അല്ലേ. നോക്കടാ, ത്വക്കുമായി ബന്ധപ്പെട്ട് എന്താ പറയുള്ളത്? ത്വക്ക് എന്താണ്? ഒരു സെൻസ് ഓർഗൻ ആണ്, ഒരു ഇന്ദ്രിയ അവയവമാണ് അല്ലേ. അല്ലേ, ശ്രദ്ധിക്കുക, ത്വക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്, ഏറ്റവും വലിയ ഇന്ദ്രിയാവയവമാണ് ത്വക്ക് അല്ലെ. ത്വക്കിന്റെ ഫങ്ഷൻസ് എന്താണ് ചോദിക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തൊക്കെയാണ് ത്വക്കിന്റെ ഫങ്ഷൻസ്, ആരാണ് ത്വക്ക്, ത്വക്കിനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളുള്ളത് നോക്കാം. എന്താണ് ഈ ഭാഗമാണ് നമ്മൾ എന്തായാലും എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക് അല്ലേ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ആളാണ് ത്വക്ക്. അപ്പൊ കണ്ണ് കാണാത്ത ഒരാൾക്ക് ഇങ്ങനെ തൊട്ട് നോക്കി എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഇത് ആപ്പിൾ ആണ്, ഇത് മുന്തിരിയാണ്, ഇത് ഓറഞ്ചാന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെന്താണ്, ഇതൊരു എന്താ പറയാ, പെൻസിലാണ്, ഇതൊരു റിമോട്ടാണ്, അങ്ങനെ എല്ലാം അവർക്ക് കണ്ടറിയാൻ പറ്റും. കാണുന്നില്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനി ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു അല്ലെ. ഇനി ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ഏറ്റവും വലിയ അവയവമായതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഇന്ദ്രിയാവയവവും അതന്നെയല്ലേ, ഏറ്റവും വലിയ സെൻസ് ഓർഗനും അതന്നെയല്ലേ. ഏറ്റവും വലുതാവുമ്പോൾ പിന്നെ അയാൾ തന്നെയല്ലേ ഉള്ളൂ. സോ ത്വക്കായിരിക്കും കേട്ടോ. ഇനി ത്വക്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെ നോക്കണം. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ തടയുന്നു. പിന്നെ അപ്പൊ നമുക്ക് പറയാം, നമുക്ക് ശരീരത്തിന് എന്താണ്, ഒരു മതിൽ പോലെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയോ, ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിലും അദ്ദേഹം എന്ത് ചെയ്യുന്നു, ത്വക്കിന് പങ്കുണ്ട് അല്ലേ. സോ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും എന്തുണ്ട്, ത്വക്കിന് പങ്കുണ്ടെന്ന് മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ അല്ലേ. സോ ഇതൊക്കെ എന്താ, അതിന്റെ ഫങ്ഷൻസ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇത് മാത്രമാക്കണ്ട, ബാക്കിയുള്ള ആളുകളൊക്കെ നമുക്ക് നോക്കാം അല്ലെ. ത്വക്ക് വൃത്തിയായി നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. ഹൗ ടു പ്രൊട്ടക്ട്, നമ്മൾ എങ്ങനെ ത്വക്കിനെ സൂക്ഷിക്കണം, ത്വക്കിനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം, നമുക്ക് എങ്ങനെ ത്വക്കിനെ സംരക്ഷിക്കാം ചോദിക്കാം അല്ലേ. സംരക്ഷിക്കാം, നമ്മൾ കണ്ണിനെ സംരക്ഷണം പറഞ്ഞില്ലേ, കണ്ണിനെ എങ്ങനെ സംരക്ഷിക്കാൻ നമ്മൾ പറഞ്ഞില്ല. അതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും സംരക്ഷിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അറിയണം. സോ ഈ ത്വക്ക് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ത്വക്കിന്റെ ആരോഗ്യം സഹായിക്കുന്ന ഇലക്കറികൾ, ത്വക്കിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ക്ലിയർ ആണ്, റെഡിയാണ് ഇല്ലേ. ഇനി മാറ്റണ്ട, നമുക്ക് ബാക്കി അവയവങ്ങൾ നോക്കാം. ഏതൊക്കെ ഇന്ദ്രിയജാലങ്ങൾ നമുക്കുണ്ട്, ഏതൊക്കെ ഇന്ദ്രിയാവയവങ്ങളുണ്ട് നോക്കാം. ഒന്ന് ചെവിയുണ്ട്, പിന്നെ എന്തുണ്ട്, കണ്ണുണ്ട്, പിന്നെ നാക്ക്, മൂക്ക് ഇല്ലേ, പിന്നെ യെസ് ത്വക്കുണ്ട്. ഇനി കണ്ണിന്റെ സംരക്ഷണം, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. കണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഉറപ്പിച്ചോളൂ. ഓക്കെ, നോക്കടാ, നമുക്കറിയാം കണ്ണ് തിരുമ്മാൻ പാടില്ല. കണ്ണെന്ത് ചെയ്യുക, വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക. പിന്നെയോ, യെസ്, TV കാണുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാണുക? യെസ്, ലൈറ്റ് ഓൺ ആക്കിയിട്ട് കാണുക. അല്ലാതെ എന്ത് ചെയ്യരുത്, ലൈറ്റ് ഓൺ ആക്കിയിട്ട് കാണുക, അല്ലാതെ ലൈറ്റ് എന്ത് ചെയ്യരുത്, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണാൻ പാടില്ല. ഇനി ബാക്കി ഈ പോയിന്റ്സ് ഏതെങ്കിലും ഒരു 4 പോയിന്റ് എന്നെ മക്കളെ പഠിച്ചു വെക്കുക, എക്സാമിന് വരും. സോ 1 2 3 4 5 6 7 8 പോയിന്റ്സിൽ മക്കൾ എന്ത് ചെയ്യുക, ഒരു 4 പോയിന്റ് എഴുതുക. റെഡി അല്ലേ. സോ ഇതാണ് സാറിന് എക്സ്പെക്ട് ചെയ്യാനുള്ളത്, സാറിന് പ്രതീക്ഷിക്കാനുള്ളത്, സാറിന് പ്രഡിക്റ്റ് ചെയ്യാനുള്ളത്. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് പഠിച്ചു വെച്ചേക്കുക. എന്തായാലും എക്സാമിന് വരും, ഉറച്ചു ശ്രദ്ധിക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.